നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് നാൾ കുറച്ചായി. ഈ യുദ്ധത്തിൽ ഇന്ത്യ ആർക്കൊപ്പമാണ് എന്നുള്ളൊരു ചോദ്യം ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഈ ചോദ്യം ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചർച്ചയിൽ, അതായത് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് നടത്തിയ ചർച്ചയിൽ അതിൻ്റെ താഴെ ചില അഭ്യുദയകാംക്ഷികൾ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ അഭിപ്രായം അവർ പറയുന്നത് ഞങ്ങൾ, അതായത് ന്യൂസ് ഇന്ത്യ മലയാളം, ഇറാനെ സപ്പോർട്ട് ചെയ്തു വാർത്ത കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ചിലരുടെ വിഷയമെന്ന് പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് വാർത്ത കൊടുക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ചിലരുടെ വിഷയമാകട്ടെ ഞങ്ങൾ രാവിലെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, വൈകുന്നേരം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വശത്ത് നിൽക്കണം എന്നുള്ളതാണ് ഈ കൂട്ടരുടെ എല്ലാം പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത്. ഏതാണ് നിങ്ങളുടെ സൈഡ് എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഭാരതത്തിന് ഏത് സൈഡാണുള്ളത്, ആ സൈഡാണ് ഞങ്ങളുടെ സൈഡ്. ഭാരതത്തിൻ്റെ സൈഡ് ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഭാരതത്തിൻ്റെ സൈഡ് ഇറാനോടൊപ്പമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും പരിപൂർണമായും തെറ്റാണ്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ സൈഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിൻ്റെ സൈഡുമല്ല ഇന്ത്യ, ഇറാൻ്റെ സൈഡുമല്ല ഈ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്നുള്ളതാണ്. രണ്ടുപേരും ഇന്ത്യക്ക് വ്യാപാര സുഹൃത്തുക്കളാണ്, രണ്ടുപേരും ഇന്ത്യയുടെ പ്രതിരോധ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ പ്രതിരോധ സുഹൃത്താണ്, ഇറാൻ വ്യാപാര സുഹൃത്തുമാണ്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും നമ്മൾ ഒരുപോലെ തന്നെ കണക്കാക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറാനുമായി ഇന്ത്യയുടെ വ്യാപാര ബന്ധമെന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽ തുടങ്ങിയ വ്യാപാര ബന്ധമാണ്. ഇറാനാകുന്നതിന് മുമ്പ് ഇറാൻ പേർഷ്യയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇറാൻ്റെ സമീപകാലത്തുള്ള ചില ചെയ്തികൾ, അവിടെ നടന്ന പ്രക്ഷോഭങ്ങൾ, ഹിജാബ് പ്രക്ഷോഭം, 1979 അവിടെ ഉണ്ടായ ഇസ്ലാമിക വിപ്ലവത്തിനെല്ലാം ശേഷം ഇറാനിലെ ജനത വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വസ്തുത മുന്നിൽ നിർത്തിക്കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇറാൻ സർവനാശത്തിലേക്ക് പോകണം എന്ന് സാധാരണ ഒരാൾ ചിന്തിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. കാരണം അവിടെയുള്ള ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, മതനിയമങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട്, അവർക്ക് വികസനമില്ല, അവർക്ക് യാതൊരുവിധ കാര്യങ്ങളും അവിടെ നടപ്പിലാക്കാൻ, അതായത് യാതൊരുവിധ ലിബർട്ടി ഇല്ല, ജനാധിപത്യം തീരെ ഇല്ലാത്തൊരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ രാജ്യം തകർന്ന് തരിപ്പണമാകണം, ഖമേനി എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ മതനേതാവ് കൊല്ലപ്പെടണം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്ത വന്നേക്കാം. ആ ചിന്തയിൽ തെറ്റു പറയാനില്ല, ആ ചിന്ത ശരിയാണ് എന്ന് പറയാനുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഈ ഒരു അധിനിവേശം അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷം ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പല ദേശീയ മാധ്യമങ്ങളുടെയും വിലയിരുത്തൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ ഇറാനിൽ അമേരിക്കയുടെ ഒരു വലിയ അട്ടിമറി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പാകിസ്ഥാൻ്റെ ഒരു ചർച്ച, അതായത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയുടെ ഒരു ചർച്ച ട്രംപ് അടച്ചിട്ട മുറിയിൽ അമേരിക്കയിൽ വെച്ച് നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ അസീം മുനീർ എന്ന് പറയുന്ന ആ മേധാവി അവിടെ ഉള്ളപ്പോൾ തന്നെ ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചതും നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകാതിരുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ അസീം മുനീർ പാകിസ്ഥാനിലെത്തിയത് എന്തിനായിരുന്നു, അടച്ചിട്ട മുറിയിൽ അവർ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഇറാനെ അടിക്കാനായി പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ആ ചർച്ച. പാകിസ്ഥാൻ അതിന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അമേരിക്ക പാകിസ്ഥാനിൽ സൈനിക താവളങ്ങൾ ഒരുക്കി, പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളിൽ അമേരിക്ക സ്ഥിര താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ തലവേദനയാകും, ഇന്ത്യയെക്കാൾ ഉപരി ചൈനയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഏഷ്യൻ രാജ്യങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈന, ഇന്ത്യ, റഷ്യ, ബംഗ്ലാദേശ് എന്നിങ്ങനെയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമാണ് അമേരിക്കയുടെ വ്യോമത്താവളങ്ങളില്ലാത്തത്. ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ പാവഭരണമുള്ള രാജ്യങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അമേരിക്കൻ നിയന്ത്രിത സർക്കാരാണ് അവിടെയെല്ലാം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ആ ഭരണത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനിൽ അമേരിക്ക ഒരു അധിനിവേശം നടത്തി അമേരിക്ക എന്നേക്കുമായി പാകിസ്ഥാനിൽ കസേര ഉറപ്പിച്ചിരുന്നാൽ നാളെ ഓപ്പറേഷൻ
ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു ഓപ്പറേഷൻ ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാരുടെ മനസ്സിൽ തോന്നിയേക്കാം, എൻ്റെ രാജ്യം ഭാരതമാണ്, ഭാരതത്തിന് ഒരു അമേരിക്കയും പേടിയില്ല, ഭയമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ സത്യം അതിൻ്റെ രീതിയിൽ അംഗീകരിച്ച് തന്നെ മതിയാകണം. ഭാരതം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, അതായത് ഒരു ഡെവലപ്പിംഗ് നേഷനാണ്. അമേരിക്ക എന്ന് പറയുന്നത് വളർന്നു കഴിഞ്ഞ ഒരു രാജ്യമാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 60 കൊല്ലം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ രാജ്യം ഭരിച്ചു. ആ കോൺഗ്രസ് ഭരിച്ചപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിഫൻസ് മേഖലയിലൊന്നും യാതൊരുവിധ പുരോഗതിയില്ലായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിൽ പിന്നെ തീരെ പുരോഗതിയില്ലായിരുന്നു. ഇതാണ് അമേരിക്കയുടെ പാവ സർക്കാർ ഒരു രാജ്യത്ത് വന്നാൽ ഉണ്ടാകുന്ന ഒരു ദോഷം എന്ന് പറയുന്നത്. അത് അമേരിക്കയ്ക്ക് ഗുണമാണ് ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യാതെ കിടക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് അത് വളരെ ദോഷമാണ്. 2014 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിതനായതിനു ശേഷമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം, ഈ മഹാരാജ്യം അതിൻ്റെ വികസന കുതിപ്പിൻ്റെ ഒരു ലാഞ്ചനെങ്കിലും കാണിച്ചു തുടങ്ങിയത്. ഇത് അമേരിക്കയെ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ബംഗ്ലാദേശിൽ എന്താണ് നടന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന അവിടെ നിന്നും പുറത്തിറങ്ങി. ഷേഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്ന് പറഞ്ഞത് അമേരിക്കയാണ് ഈ അട്ടിമറിക്ക് കളമൊരുക്കിയത്, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ ബംഗ്ലാദേശിനെ നിർബന്ധിച്ചു എന്നാണ് ഷേഖ് ഹസീന പറഞ്ഞത്. നേപ്പാളിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, മ്യാൻമറിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പോരാത്തതിന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ചിക്കൻ നെക്ക് മുറിച്ചുകൊണ്ട് എങ്ങനെയാണ് അമേരിക്ക അതൊരു ഇവാഞ്ചലിസ്റ്റിക് രാജ്യമാക്കാൻ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായി ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന ഷേഖ് ഹസീന ഇന്ത്യയിൽ പറഞ്ഞതാണ്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത് വരെ ഇന്ത്യ വിചാരിച്ചിരുന്നത് അമേരിക്കയുടെയും കണ്ണിലെ കരടായ ഒരു രാജ്യമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇന്ത്യ അത്ര ഗംഭീരമായിട്ടാണ് അമേരിക്കയെ ഡീൽ ചെയ്തത്. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള തൻ്റെ സ്നേഹിതനെ വളരെ സുഗമമായിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ട് പോയിരുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെ പല വേദിയിലും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. കാരണം എന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ഞാൻ വലിയൊരു നെഗോഷിയേറ്ററാണ്, പക്ഷേ എന്നെക്കാട്ടിലും വലിയൊരു നെഗോഷിയേറ്ററാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലായിരിക്കുമെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ എഴുതി. നമ്മൾ, അതായത് കേരളത്തിലുള്ള ജനങ്ങളും ഇന്ത്യക്കാരും എല്ലാം തന്നെ അങ്ങനെ വിശ്വസിച്ചു. പാകിസ്ഥാനെ അമേരിക്ക ശരിപ്പെടുത്തും, പാകിസ്ഥാൻ ഇന്ത്യയിൽ തൊട്ടാൽ പാകിസ്ഥാനെ ആദ്യം അടിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് അമേരിക്ക പറഞ്ഞുവെങ്കിലും അതൊക്കെ അമേരിക്കയുടെ കാപട്യത്തിൻ്റെ ഒരു മുഖമായിരുന്നു എന്ന് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാട് മാറ്റി. പാകിസ്ഥാനോടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ സ്നേഹം വരിഞ്ഞൊഴുകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആ ഒരു ജോഗ്രഫിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു ബ്രെഡിൽ ജാം പുരട്ടുന്ന പോലെ കിടക്കുന്ന ഒരു ജിയോഗ്രഫിയാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യ, ചൈന എന്നിങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങളെ ഏത് നിമിഷം വേണമെങ്കിലും ഈ ഒരു ജോഗ്രഫി ഉപയോഗിച്ച് ഏത് തരത്തിൽ വേണമെങ്കിലും തകർക്കാനുള്ള തന്ത്രങ്ങൾ മെനയാമെന്ന് കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് അവിടെ പല ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും അവിടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഗോഡ് ബ്ലസ് അമേരിക്ക എന്നൊക്കെയാണ് അമേരിക്കയുടെ ഭരണാധികാരികൾ പറയുന്നത്. അതായത് അമേരിക്ക മാത്രം രക്ഷപ്പെടട്ടെ, അമേരിക്കയെ മാത്രം ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെയാണ് ഈ ഭരണാധികാരികൾ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണാധികാരി എന്താണ് പറയുന്നത്? വസുദൈവ കുടുംബകം, അതായത് ലോകം മുഴുവൻ ഒന്നാണ് എന്ന് പറഞ്ഞ് മുന്നേറുന്ന ഒരു ഭരണാധികാരിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ വസുദൈവ കുടുംബകം കൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത് കൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഗോഡ് ബ്ലസ് അമേരിക്ക എന്ന് മാത്രം പറയുന്ന ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയോട് പെരുമാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവത്ഗീതയിൽ പോലും കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ധർമ്മത്തെ ധർമ്മം കൊണ്ടും അധർമ്മത്തെ അധർമ്മം കൊണ്ടും നേരിടണം എന്നുള്ളത്. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുത്താൽ അവൻ മറുകരണത്തും അടിച്ചിട്ട് പോകും എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇന്ത്യക്കുമുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും 2014 ശേഷം കൃത്യമായുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇറാനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇറാനിൽ അമേരിക്ക കസേരയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഒരു ഭരണം അവിടെ വന്നു കഴിഞ്ഞാൽ, ഇറാനിൽ വന്നു കഴിഞ്ഞാൽ അത് GCC രാജ്യങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൃത്യമായി ഇന്ത്യക്ക് അറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ GCC രാജ്യങ്ങളിൽ സകലതിലും അമേരിക്കയുടെ വ്യോമത്താവളങ്ങളുണ്ട്. അമേരിക്കയുടെ വ്യോമത്താവളങ്ങളുള്ള ഈ GCC രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിനകത്തുള്ള തന്നെ സംസാരം. പോരാത്തതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് പറയുന്നുണ്ട്. കാരണം അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനാണ് GCC രാജ്യങ്ങൾ. ഓർക്കുക, ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയപ്പോൾ ഡൊണാൾഡ്
ട്രംപ് ആദ്യം സന്ദർശിച്ച രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലെ അരാംകോ പോലും, അതായത് സൗദി അറേബ്യയിൽ എണ്ണ ഖനനം ചെയ്യുന്ന അരാംകോ പോലും, ആ കമ്പനി പോലും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ കമ്പനി പോലും അമേരിക്കയാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത് സൗദിക്ക് പുറമേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു വിശാലമായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റിക് താല്പര്യമുണ്ട്. ആ വിശാലമായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റിക് താല്പര്യം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഈ ഒരു ജൂത സമൂഹം, ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത സമൂഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിക മിഡിൽ ഈസ്റ്റിനെ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്കയുടെ അടിമകളാക്കി മിഡിൽ ഈസ്റ്റിനെ മാറ്റാനാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ അടിമകളാക്കി മിഡിൽ ഈസ്റ്റിനെ മാറ്റാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ശ്രമം പൂർത്തിയാകണമെങ്കിൽ ഇറാനിലടക്കം അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഭരണം വേണം. അങ്ങനെ സമ്മതിക്കാത്തൊരു വ്യക്തിയായിരുന്നു യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന. അവിടെ എന്ത് സംഭവിച്ചു? കലാപമുണ്ടായി, ഷെയ്ഖ് ഹസീന നാട് വിടേണ്ടി വന്നു. പിന്നീട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് യഥാർത്ഥത്തിൽ സിറിയയിലാണ്. സിറിയയിലെ ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഭരണാധികാരി രായ്ക്ക് രാമായണം റഷ്യയിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ റഷ്യയിലേക്ക് അദ്ദേഹം ഓടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അമേരിക്കയുടെ ഒരു വലിയ അട്ടിമറിയായിരുന്നു. അവിടെ ഇപ്പോൾ അമേരിക്ക തന്നെ പാലൂട്ടി വളർത്തിയ ഇസ്ലാമിക ഭീകരവാദിയാണ് ഭരിക്കുന്നത്. FBI തലയ്ക്ക് കോടികൾ വിലയിട്ടിരുന്ന ഒരു ഭീകരവാദിയാണ്, ഒരു തീവ്രവാദിയാണ്. ഡൊണാൾഡ് ട്രംപ് ആ തീവ്രവാദിയുടെ അടുത്ത് പോയി അയാൾക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഡൊണാൾഡ് ട്രംപ് കൈ കൊടുത്ത് നിൽക്കുന്ന മാത്രമല്ല, കൈ പിടിച്ച് കുലുക്കുന്നു. പോരാത്തതിന് ഞങ്ങൾ സഹകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഡൊണാൾഡ് ട്രംപ് പച്ചയ്ക്ക് പറയുന്ന ഒരു സാഹചര്യവും നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അമേരിക്ക ഞങ്ങൾ എല്ലാ രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുഖം മൂടിയിട്ടുകൊണ്ട് ആ രാജ്യത്തേക്ക് കയറി വരും. ഉദാഹരണം ഇറാഖാണ്. ഇറാഖും അഫ്ഗാനിസ്ഥാനും ഒന്ന് നോക്കിയാൽ മതി. അവിടെയുള്ള ജനങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർ അതിനകത്തേക്ക് കയറി കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനൊന്നും ഇപ്പോൾ 12ാം നൂറ്റാണ്ടിൽ നിന്ന് കരയ്ക്ക് കയറാതെ കിടക്കുന്ന ഒരു രാജ്യമായി അമേരിക്ക അതിനെ മാറ്റിയെടുത്തു. ശേഷം അമേരിക്ക അവിടെ നിന്ന് പൊടിയും തട്ടി പോവുകയും ചെയ്യും. സിറിയയിൽ എന്താണ് സംഭവിച്ചത്? സിറിയയിൽ ഇപ്പോൾ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണകൂടത്തെ കൊണ്ടുവന്നിട്ട് അമേരിക്ക അവിടെ നിന്ന് തങ്ങളുടെ ട്രൂപ്പുകളെ പിൻവലിച്ചു. ഇതോടുകൂടി അവിടെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദ സംഘടന ISIS ശക്തിപ്പെടുകയും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത് അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ അവർ ആക്രമിച്ചു തുടങ്ങി എന്നുള്ളതാണ്. പതിയെ അവിടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കും. ചാവേർ ബോംബ് സ്ഫോടനം നടത്തി 15 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു രാജ്യത്തെ മുഖം മൂടി ഇട്ടുകൊണ്ടുവന്ന് നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അങ്ങനെ സകല രാജ്യങ്ങളുടെയും സകല ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിറകിൽ അവരെ ഭീകരവാദം ഇസ്ലാമിക രാജ്യങ്ങളിൽ വളർത്തി ആ ഭീകരവാദത്തെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയിലേക്ക് പോലും അതിനെ എക്സ്പോർട്ട് ചെയ്ത് കൃത്യമായി അമേരിക്ക എന്ത് ചെയ്യുന്നു? അതിനെ ഉപയോഗിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിലേറിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ധാരാളം വെടിക്കോപ്പുകളും അവരുടെ ധാരാളം വെപ്പൺസും അവിടെ ഉപേക്ഷിച്ച് പോയി. ഹെലികോപ്റ്ററുകൾ അടക്കം. ഇത് ആർക്ക് ഉപയോഗിക്കാനാണ്? തങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അമേരിക്ക അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. ആ വെപ്പൺസ് അവിടെ അമേരിക്ക ഉപേക്ഷിച്ച് പോയതിന് ശേഷം നമ്മുടെ കശ്മീരിലെ പട്ടാളക്കാർക്ക് നേരെ അവിടെ പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ ഉപയോഗിക്കുന്ന ആ ആയുധം യഥാർത്ഥത്തിൽ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള സ്റ്റീൽ ബുള്ളറ്റാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കശ്മീരിൽ അതിർത്തിയിൽ വരെ എത്തിയത്, ഭീകരവാദികളുടെ കയ്യിലെത്തിയത്? യഥാർത്ഥത്തിൽ ഇതാണ് അമേരിക്കയുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തന്ത്രം കൃത്യമായി അമേരിക്ക അവലംബിച്ച് മുന്നോട്ട് വരുന്നു. പക്ഷേ ഇത് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഈ യുദ്ധത്തിൽ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ എത്രയും വേഗം ഈ യുദ്ധം നിർത്താനും ഈ യുദ്ധത്തിൽ ഇന്ത്യ മധ്യസ്ഥത വഹിക്കാനും തയ്യാറായത്. ഇറാൻ അടക്കം ഇന്ത്യ മധ്യസ്ഥത വഹിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്കിയാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. 45 മിനിറ്റ് അദ്ദേഹവുമായി സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു. 45 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ദൈർഘ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും സമയം സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ യുദ്ധം നിർത്താൻ എന്തെങ്കിലും ചെയ്യണം എന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ലോകത്ത് ഇന്ന് ഈ യുദ്ധം നിർത്താൻ കെൽപ്പുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഡൊണാൾഡ് ട്രംപ് അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും. കാരണം ഇറാനും ഈ അമേരിക്കയും തമ്മിൽ യാതൊരുവിധ ചർച്ചയും നടക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. ഇറാൻ അത്തരത്തിൽ അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ പോകില്ല. എന്നാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഒരു മീഡിയേറ്റർ വേണം. ആ മീഡിയേറ്ററാണ് ഇന്ത്യ. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇസ്രായേലുമായും നല്ല ബന്ധമാണ്, ഇറാനുമായും നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ രണ്ട് രാജ്യങ്ങളും തയ്യാറാകുമെന്ന്
എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ വിചാരിക്കുന്നത്. എന്തായാലും അമേരിക്ക ഇറാനിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കിയേക്കാം എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും നയതന്ത്ര വിദഗ്ധരും കരുതുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് നിലവിൽ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ഇസ്ലാമിക ഭരണം അവസാനിക്കണം എന്ന് നമുക്ക് വളരെ തോന്നുന്നതിൽ തെറ്റില്ല. അത് കാരണം അവിടെയുള്ള ഇസ്ലാമിക ഭരണം അത്രയ്ക്ക് കൊടൂരമാണ്, അത്രയ്ക്ക് ഭീകരതയാണ് അവിടെയുള്ള ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഇസ്ലാമിക ഭരണം മാറി മറ്റൊരു ഭരണം, അമേരിക്കയുടെ ഒരു ഭരണം വന്ന് അവിടത്തുള്ള ജനങ്ങൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ രാജ്യം, ഇന്ത്യക്ക് എന്താണ് അതിലൊരു ഗുണം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ചോദ്യം. പണ്ടത്തെ പോലെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ബലി കഴിപ്പിക്കണോ എന്നും ഈ ചോദ്യത്തിൻ്റെ ഒരു ഉപചോദ്യമായി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം പണ്ട് നെഹ്റുവിൻ്റെ സമയത്ത് ചൈനയ്ക്ക് ഇന്ത്യക്ക് ലഭിച്ച വീറ്റോ പവർ ഇന്ത്യ എടുത്ത് കൊടുക്കുകയുണ്ടായി. ഇന്ത്യക്ക് ലഭിച്ച വീറ്റോ പവർ ഇന്ത്യക്ക് എടുത്തു കൊടുത്തു. പോരാത്തതിന് നമ്മുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ വേർപെടുത്തി ബംഗ്ലാദേശേക്ക് ഇന്ത്യ മാറ്റി അവർക്കും ഒരു ഫേവർ ചെയ്ത് കൊടുത്തു. അങ്ങനെ പല ആൾക്കാർക്കും നമ്മൾ ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഭാവിയിൽ നമ്മുടെ തലയ്ക്ക് മേൽ തൂങ്ങുന്ന ഒരു വാളായിട്ട് മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കണം. കാരണം ഈ തലയ്ക്ക് മേൽ തൂങ്ങുന്ന വാളെന്ന് പറയുമ്പോൾ ബംഗ്ലാദേശുമായി നമ്മൾ യുദ്ധം നടത്തി, ഇന്ദിരാഗാന്ധിയുമായി നമ്മുടെ പണം ചിലവായി, നമ്മുടെ ആയുധങ്ങൾ ചിലവായി, നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ചു, ഇത്രയുമധികം നാശനഷ്ടങ്ങളുണ്ടായി, നമ്മുടെ രാജ്യം എത്ര കൊല്ലം പിന്നോട്ട് പോയി. എന്നിട്ട് ബംഗ്ലാദേശ് ഉണ്ടായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താണ്? ബംഗ്ലാദേശും നമ്മളുമായി ഇപ്പോൾ നല്ല ബന്ധമുണ്ടോ? ബംഗ്ലാദേശ് അമേരിക്കയുടെ അടിമയാകാൻ പോവുകയല്ലേ? ബംഗ്ലാദേശ് ചൈനയുടെ അടിമയാകാൻ പോവുകയല്ലേ? ഇന്ത്യ ആക്രമിക്കാൻ പോവുകയല്ലേ ബംഗ്ലാദേശ്? അങ്ങനെയുള്ള സംസാരങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിന് അന്ന് നമ്മൾ ഫേവർ ചെയ്ത് കൊടുത്തപ്പോൾ ബംഗ്ലാദേശ് തിരിച്ച് നമ്മളോട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അന്ന് ദീർഘദർശിയായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഒരു 100 കൊല്ലം കഴിഞ്ഞ് എന്തായിരിക്കും ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് അന്ന് തന്നെ അവർക്ക് കാണാനുള്ള കഴിവുണ്ടായിരിക്കും. പോട്ടെ, ബംഗ്ലാദേശ് ഒരു ഉദാഹരണമായി മുന്നിലേക്ക് നിൽക്കുന്നു. ഇനി ബംഗ്ലാദേശ് മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളും ഇതുപോലെ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്ത് കാണിക്കാനുണ്ട്. ചൈനയ്ക്ക് വീറ്റോ പവർ നമ്മൾ കൊടുത്തിട്ട് എന്തായി? ചൈന ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായി പരിണമിച്ചു കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മനസ്സലിവുകൾ പല രാജ്യങ്ങളോടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെയും നമ്മുടെ രാജ്യത്തെ താല്പര്യങ്ങളും ബലി കഴിപ്പിച്ച് സിമ്പതിക്ക് വേണ്ടി നമ്മൾ കാണിക്കുമ്പോൾ ഇത് ദൂരവ്യാപക പ്രത്യാഘാതം നമുക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധം കൂടെയുള്ള ഒരു ഭരണാധികാരി ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈഡും നിൽക്കാത്തത്, ഇറാൻ്റെ സൈഡും നിൽക്കാത്തത്. ഇസ്രായേലിൻ്റെ പണി ചെയ്യട്ടെ, ഇറാൻ്റെ പണി ചെയ്യട്ടെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്കയാണെന്ന് കൃത്യവും വ്യക്തവുമായി അറിയാവുന്ന ഒരു ഭരണകൂടമാണ് ഇന്നിവിടെ ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.